ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 2024 മർത്തമറിയം വനിതാ സമാജം കേന്ദ്ര പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന ഏവർക്കും ഈ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. അധ്യായം 3. യേശു ക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. എബ്രായർ 4:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആരോഹണം ചെയ്ത മഹാപുരോഹിതനെയാണ് പരിചയപ്പെടുത്തുന്നത്. അത് ദൈവപുത്രനായ ക്രിസ്തു തന്നെയാണെന്ന് അവിടെ ഉറപ്പിച്ചു പറയുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ അപ്പോസ്തലനും മഹാപുരോഹിതനുമായി യേശുവിനെക്കുറിച്ച് ചിന്തിക്കുവിൻ എന്ന് 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ പിന്തുടർച്ചയാണ് 4-ാം അധ്യായം മുതൽ നാം കാണുന്നത്. യേശുക്രിസ്തുവിനെ മഹാപുരോഹിതനായി സ്വീകരിച്ചവരാണ് എബ്രായ ക്രിസ്ത്യാനികൾ. അവനല്ലാതെ വേറൊരു മഹാപുരോഹിതൻ നമുക്കില്ല എന്ന് 1 തിമോഥെയോസിൻ്റെ ലേഖനം 2:5 വ്യക്തമാക്കുന്നു. അവൻ പ്രത്യാശയും ധൈര്യവും നൽകുന്ന മഹാപുരോഹിതനാണ്. നമ്മുടെ ബലഹീനതകൾ സഹായിക്കുവാൻ അവന് മാത്രമേ കഴിയുകയുള്ളൂ. അവൻ ആകാശങ്ങളിൽ കൂടി കടന്നുപോകുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു സാത്താനെ ജയിച്ചവനാകിയാൽ അവനെ തടസ്സം ചെയ്യുവാൻ സാത്താന് കഴിയുകയില്ല. ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആകാശത്തിലൂടെ കടന്നുപോയി മഹിമാസനത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. മഹാപുരോഹിതനായ ക്രിസ്തു വസിക്കുന്നത് കൃപാസനത്തിലാണ്. പഴയ നിയമത്തിൽ കൃപാസനം എന്നത് ദേവാലയത്തിൻ്റെ അതിവിശുദ്ധമായ സ്ഥലമാണ്. ആണ്ടിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതൻ അവിടെ പ്രവേശിച്ച് തനിക്കും ജനത്തിനും വേണ്ടി പ്രായശ്ചിത്ത രക്തം അർപ്പിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. പുതിയ നിയമത്തിലാകട്ടെ ആ കൃപാസനം ക്രിസ്തുവാണ്. നമുക്ക് വേണ്ടി സ്വന്തം രക്തം ചീന്തി പ്രായശ്ചിത്തമായി തീർന്നത് ക്രിസ്തു തന്നെയാണ്. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ക്രിസ്തുവാണ് പുതിയ നിയമത്തിലെ കൃപാസനം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ സന്നിധിയിൽ ചെല്ലണം. യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ചെന്ന് നാം യാചിക്കുമ്പോൾ നമുക്ക് സഹായത്തിനുള്ള കൃപ ലഭിക്കുമെന്ന് എബ്രായ ലേഖനം സാക്ഷിക്കുന്നു. നമ്മുടെ ഡാഷിൻ്റെ അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ പറ്റി ചിന്തിക്കുവിൻ. വിശ്വാസത്തിൻ്റെ യേശുക്രിസ്തുവിനെ മഹാപുരോഹിതനായി സ്വീകരിച്ച ക്രിസ്ത്യാനികൾ, എബ്രായ ക്രിസ്ത്യാനികൾ. മഹാപുരോഹിതനായ ക്രിസ്തു വസിക്കുന്നത് എവിടെ? കൃപാസനത്തിൽ. പഴയ നിയമത്തിലെ കൃപാസനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലം. പുതിയ നിയമത്തിലെ കൃപാസനം എന്ത്? ക്രിസ്തു. കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ ഡാഷിൻ്റെ സന്നിധിയിൽ ചെല്ലണം, കൃപാസനത്തിൻ്റെ സന്നിധിയിൽ ചെല്ലണം. ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തുവിൻ്റെ പ്രത്യേകതകൾ എത്തരത്തിലാണ് എന്ന് വിശദമാക്കുന്നതിനു വേണ്ടി പഴയ നിയമത്തിൻ്റെ പൗരോഹിത്യവും പുതിയ നിയമത്തിലെ പൗരോഹിത്യവും തമ്മിൽ ഒരു താരതമ്യ പഠനം എന്ന പോലെയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ കാണുന്ന പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യമായിരുന്നു എന്ന് നമുക്കറിയാം. ആ പൗരോഹിത്യം ദൈവം നിയമിച്ചതും ക്രിസ്തുവിൻ്റെ നിഴലുമാണ്. അവൻ്റെ യാഗമെന്ന് പറയുന്നത് സമ്പൂർണവും പൗരോഹിത്യം നിത്യവുമാണ്. പാപക്ഷമ വിലയുള്ളതാണ്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അത്തരത്തിലായിരുന്നു പഴയ നിയമത്തിലെ പൗരോഹിത്യം. അഹറോൻ പാപിയായ മനുഷ്യനു വേണ്ടി യാഗവും വഴിപാടും അർപ്പിക്കുന്നതിനായി ദൈവം നിയോഗിക്കപ്പെട്ടവനായിരുന്നു. ദൈവം മുമ്പാകെ മനുഷ്യൻ പ്രതിനിധീകരിക്കുന്ന പുരോഹിതൻ ഒരു മനുഷ്യനായിരിക്കണം. മാലാഖയ്ക്ക് അത് സാധ്യമല്ല. ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പുരോഹിതൻ നിയുക്തനാകുന്നത്. പാപപരിഹാര ബലികളും കാഴ്ചകളും സമർപ്പിക്കുക എന്നതാണ് പൗരോഹിത്യ ധർമ്മം. ഒരു പുരോഹിതൻ്റെ അതിപ്രധാനമായ ധർമ്മം എന്ന് പറയുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കുക എന്നതാണ്. ഒരു പൗരോഹിത്യത്തിന് അല്ലെങ്കിൽ ഒരു പുരോഹിതന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനമായ ഗുണമെന്ന് പറയുന്നത് സഹതാപമാണ്. ക്രിസ്തുവിൽ അതുണ്ടായിരുന്നുവെന്ന് കാണാം. അഹറോൻ്റെ പൗരോഹിത്യത്തിൽ നാം കാണുന്നത് അവിടെ പുരോഹിതന്മാർ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ചിരുന്നു എന്ന് കാണാം. എന്നാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം പാപവിമുക്തനായിരുന്നു. പാപമൊഴികെ ക്രിസ്തു സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാകിയാൽ നമ്മോട് സഹതാപം കാണിക്കുവാൻ കഴിവുള്ളവനായിരുന്നു. പഴയ നിയമത്തിലെ പുരോഹിതന്മാർ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ചിരുന്നു. എന്നാൽ ക്രിസ്തു പാപരഹിതനായതിനാൽ മറ്റുള്ളവർക്ക് വേണ്ടി ബലിയർപ്പിച്ചു. പൗരോഹിത്യം ദൈവത്തിൻ്റെ ദാനമാണ്.
പൗരോഹിത്യ സ്ഥാനം ആരും സ്വന്തമായി എടുക്കുന്നതല്ല, ദൈവം നൽകുന്നതാണ്. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യവും അത്തരത്തിലാണ്. ക്രിസ്തുവിനെ ശ്രേഷ്ഠ മഹാപുരോഹിതനാക്കി തീർത്തത് ദൈവം തന്നെയാണ്. ഈ ഉദ്ധരണി നമുക്ക് വായിച്ചു കേൾക്കുമ്പോൾ മനസ്സിലാകും. സങ്കീർത്തനം 2:7. നീ എൻ്റെ പുത്രൻ, ഇന്നു ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അവൻ എന്നേക്കുമുള്ള മഹാപുരോഹിതനും രാജകീയ മഹാപുരോഹിതനുമാണ്. മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനാണ് ക്രിസ്തു എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. ക്രിസ്തുവിൽ മാത്രമാണ് രാജ്യത്വവും പൗരോഹിത്യവും ഒരുമിച്ച് സമ്മേളിക്കുന്നത്. നിത്യതയിൽ നിലനിൽക്കുന്ന പൗരോഹിത്യമാണ് ക്രിസ്തുവിനുള്ളത്. അവൻ അഹറോനേക്കാൾ ശ്രേഷ്ഠനാണ്. അപ്പം പഴയ നിയമത്തിൽ കാണുന്ന ലേവ്യ പൗരോഹിത്യത്തിൽ നിന്നും അതിനേക്കാൾ ശ്രേഷ്ഠവും നിലനിൽക്കുന്നതുമാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യമെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. മാനുഷിക പരിമിതികൾ അവിടുന്ന് സ്വീകരിച്ചു. അവിടുന്ന് പൗരോഹിത്യ ശുശ്രൂഷ അനുഷ്ഠിച്ചു. യേശുക്രിസ്തു നിസ്തുലനായ മഹാപുരോഹിതനാണ്. ഇത്തരത്തിലുള്ള ഉദ്ധരണികളെല്ലാം തന്നെ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം എല്ലാ യോഗ്യതകളും പൂർണ്ണമായി തികഞ്ഞവയാണ് എന്ന് വ്യക്തമാക്കുന്നു. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിനുള്ള ശ്രേഷ്ഠതകൾ എന്താണ് എന്നാണ് ഇനി വ്യക്തമാകുന്നത്. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം അഹറോൻ്റെ പുത്രന്മാരുടേതുപോലെ താൽക്കാലികമല്ല, അത് നിത്യമാണ്. അത് മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. അത് ദൈവഹിതം അനുസരിച്ചുള്ളതാണ്. ക്രിസ്തുവിൻ്റേത് രക്ഷാകര പൗരോഹിത്യമാണ്. ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യം അനുസരിക്കുന്ന ഏവർക്കും രക്ഷയുടെ ശാശ്വതമായ ഉറവിടമാണ്. ക്രിസ്തുവിൽ മാത്രം ഒരുമിച്ച് സമ്മേളിക്കുന്നതെന്ത്? രാജ്യത്വവും പൗരോഹിത്യവും. ലേവ്യ പൗരോഹിത്യവും ക്രിസ്തുവിൻ്റെ പൗരോഹിത്യവും തമ്മിലുള്ള വ്യത്യാസം. ലേവ്യ പുരോഹിതന്മാർ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി ആദ്യം ബലിയർപ്പിക്കും, പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ബലിയർപ്പിക്കും. ക്രിസ്തു പാപരഹിതനായാൽ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിക്കേണ്ടതില്ല, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ബലിയർപ്പിക്കുന്നു. പൗരോഹിത്യം ആരാണ് നൽകുന്നത്? ദൈവം. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത എന്തല്ല? അഹറോൻ്റെ പുത്രന്മാരുടേതുപോലെ താൽക്കാലികമല്ല, നിത്യമാണ്. മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ളതാണ്. ദൈവഹിതം അനുസരിച്ചിട്ടുള്ളതാണ്. രക്ഷാകര പൗരോഹിത്യമാണ്. രക്ഷയുടെ ശാശ്വതമായ ഉറവിടമാണ്. മഹാപുരോഹിതനായ ക്രിസ്തു മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ വേദപുസ്തകത്തിൽ 3 സ്ഥലങ്ങളിൽ മാത്രമാണ് മൽക്കീസദേക്കിനെ കുറിച്ച് പറയുന്നത്. ഉൽപ്പത്തി 14:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, സങ്കീർത്തനം 110:4, എബ്രായർ 5:10, 6:20. മൽക്കീസദേക്ക് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെ മൽക്കീസദേക്കിൻ്റെ പൗരോഹിത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശദീകരിക്കുവാൻ വേണ്ടി ഉൽപ്പത്തിയിലെ സംഭവങ്ങളൊക്കെ സംക്ഷിപ്തമായി എബ്രായ ലേഖനകർത്താവ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ലോത്തിനെ തടവുകാരനായി കൊണ്ടുപോയ രാജാക്കന്മാരെ നിഗ്രഹിച്ച ശേഷം വിജയശ്രീലാളിതനായ അബ്രഹാം മടങ്ങി വരുമ്പോൾ യെരുശലേമിൽ വെച്ച് മൽക്കീസദേക്കിനെ കണ്ടുമുട്ടി. അദ്ദേഹം അബ്രഹാമിനും കൂടെയുള്ളവർക്ക് അപ്പവും വീഞ്ഞും നൽകി അനുഗ്രഹിച്ചു. അബ്രഹാം തനിക്കുണ്ടായിരുന്ന സകലത്തിൻ്റെയും ദശാംശം മൽക്കീസദേക്കിന് നൽകി. മൽക്കീസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു. അത് തന്നെ നമ്മുടെ എബ്രായ ലേഖനത്തിലും വിശദമാക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നുള്ളതാണെന്ന് ഉറപ്പിക്കുന്നതിനു വേണ്ടിയാണ് 110-ാം സങ്കീർത്തനം എബ്രായ ലേഖകൻ ഇവിടെ വരച്ചു കാട്ടുന്നത്. മൽക്കീസദേക്ക് എന്ന നാമത്തിൻ്റെ അർത്ഥം നീതിമാനായ രാജാവ് എന്നാണ്. അദ്ദേഹം ഷാലേമിൻ്റെ രാജാവാണ്. ഷാലേം എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനം. പണ്ട് യെരുശലേമിനെ അറിയപ്പെട്ടിരുന്നത് ഷാലേം എന്നാണ്. ഷാലേം എന്നതുകൊണ്ട് സമാധാന നഗരം എന്നാണ് അർത്ഥമാക്കുന്നത്. മൽക്കീസദേക്ക് രാജാവ് പുരോഹിതനായി ശോഭിക്കുന്നവനും അവൻ്റെ പൗരോഹിത്യം എന്നേക്കുമുള്ളതുമാണ്. അവൻ ജനിച്ചതായോ മരിച്ചതായോ വിശുദ്ധ വേദപുസ്തകത്തിൽ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ലേവി പൗരോഹിത്യം എന്ന് പറയുന്നത് അഹറോന്യ തുടർച്ചയുള്ളതും പരമ്പരാഗതമായി നിലനിൽക്കുന്നതുമാണ്. മൽക്കീസദേക്കിൻ്റെ പൗരോഹിത്യം പിന്തുടർച്ചയായിട്ട് കിട്ടിയതല്ല, അത് നിത്യമാണ്. വംശാവലിയിൽ പെടാത്തവനായ ക്രിസ്തു മനുഷ്യനായി അവതരിച്ചപ്പോൾ വംശാവലിയിൽ പെട്ടവനായി. അതുപോലെ പഴയ നിയമ പൗരോഹിത്യം മനുഷ്യനായി അവതരിച്ച ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്നു. യേശു ക്രിസ്തുവിൻ്റെ നിത്യമഹാപൗരോഹിത്യത്തോട് ബന്ധിപ്പിക്കുമ്പോൾ മാത്രമാണ് പഴയ നിയമ പൗരോഹിത്യത്തിന് പൂർണ്ണത കൈവരിക്കുന്നത്. ക്രിസ്തുവിലൂടെ മാത്രമേ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയും കൈവരിക്കുന്നുള്ളൂ എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് വേദപുസ്തകത്തിൽ മൽക്കീസദേക്കിനെ കുറിച്ച് വിവരിക്കുന്ന 3 സ്ഥലങ്ങൾ: ഉൽപ്പത്തി 14:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, സങ്കീർത്തനം 110:4, എബ്രായർ 5:10, 6:20. മൽക്കീസദേക്ക് എന്ന നാമത്തിൻ്റെ അർത്ഥം
നീതിമാനായ രാജാവ്. ശാലേമിൻ്റെ രാജാവ് മൽക്കീസദേക്ക്. ശാലേം എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനം. യെരുശലേമിൻ്റെ ആദ്യ നാമം ശാലേം. ശാലേം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സമാധാന നഗരം. ജനിച്ചതോ മരിച്ചതോ ആയി വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്താത്ത രാജാവ് മൽക്കീസദേക്ക്. ഇനി മൽക്കീസദേക്കിൻ്റെ പൗരോഹിത്യത്തിനുള്ള പ്രത്യേകത എന്തെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ലേവ്യ പൗരോഹിത്യത്തെക്കാൾ മേന്മയേറിയതാണ് മൽക്കീസദേക്കിൻ്റെ പൗരോഹിത്യം. അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം നൽകിയെന്നും അബ്രഹാമിനെ മൽക്കീസദേക്ക് അനുഗ്രഹിച്ചതായും എബ്രായർ 7-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു. നിയമാധിഷ്ഠിതമായ പഴയ നിയമ പൗരോഹിത്യം അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിൽ പരാജയപ്പെട്ടതായും അഹറോൻ്റെ ക്രമപ്രകാരമല്ലാതെ മറ്റൊരു പുരോഹിതൻ്റെ ആവശ്യകതയുണ്ടെന്നും ആ പുരോഹിതനാണ് മൽക്കീസദേക്കിന് ക്രമപ്രകാരമുള്ള ക്രിസ്തു എന്ന് ഇവിടെ വെളിപ്പെടുത്തുന്നു. യേശു ക്രിസ്തു എന്നേക്കും മഹാപുരോഹിതനായിരിക്കുന്നു എന്ന് നമുക്കിവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയും. പഴയ നിയമപ്രകാരമുള്ള പുരോഹിത വംശത്തിൽ പെടാത്ത ഉന്നത പുരോഹിതൻ, യഹൂദ ഗോത്രത്തിൽപ്പെട്ട ദാവീദിൽ ജനിച്ചവൻ എന്ന പരാമർശത്തിലൂടെ ക്രിസ്തു രാജാവാണെന്നും അവൻ്റെ പൗരോഹിത്യത്തിന് ജഡീക പിന്തുടർച്ചയില്ലെന്നും അത് നൈസർഗികമാണ് എന്നും ഇവിടെ വെളിപ്പെടുത്തുന്നു. വ്രതം ചെയ്ത് സ്ഥാപിച്ച മഹാപൗരോഹിത്യമാണ് ക്രിസ്തുവിൻ്റേത്. പാപമില്ലാത്ത ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. അവന് സ്വന്തം പാപങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി യാഗം അർപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ദൈവം തന്നെയാണ് മനുഷ്യപുത്രനെ ശപഥം ചെയ്ത് മഹാപുരോഹിതനാക്കിയത്. അവൻ ബലഹീനതയില്ല, പാപരഹിതനാണ്. അവൻ തികഞ്ഞവനായി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതിനാൽ നമ്മെ സമ്പൂർണമായും രക്ഷിക്കുവാൻ പ്രാപ്തനാകുന്നു. ക്രിസ്തു മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം മഹാപുരോഹിതനാകിയാൽ മരണം മൂലം അവൻ്റെ പൗരോഹിത്യം നീങ്ങിപ്പോകുന്നില്ല. അവൻ ദൈവപുത്രനായതിനാൽ എന്നേക്കും വസിക്കും. അതുപോലെ അവൻ മനുഷ്യരുടെ മധ്യസ്ഥനായി പിതാവിൻ്റെ വലതുഭാഗത്ത് സദാ നിലകൊള്ളുന്നു. അവൻ്റെ പൗരോഹിത്യം കൈമാറാവുന്നതല്ല. അതുകൊണ്ട് ക്രൈസ്തവ സഭയിലെ പുരോഹിതന്മാർക്ക് അതിൽ പങ്കാളികളാകുവാൻ മാത്രമാണ് കഴിയുന്നത്. ക്രിസ്തു സർവഗുണസമ്പന്നനായ മഹാപുരോഹിതനാണെന്ന് 7-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ക്രിസ്തു നിത്യനും നിസ്തുലനും രക്ഷിക്കുവാൻ ശക്തനുമായ മഹാപുരോഹിതനാണ്. 2. ക്രിസ്തു നിർമ്മലനും നിർദോഷകനും നിഷ്കളങ്കനുമാണ്. പാപപരിഹാരത്തിനുള്ള ഏക ബലിയായിട്ടാണ് എബ്രായ ലേഖകൻ ക്രിസ്തുവിനെ കാണുന്നത്. ലേവ്യ പൗരോഹിത്യത്തെക്കാൾ മേന്മയേറിയ പൗരോഹിത്യമാണ് ക്രിസ്തുവിൻ്റേത്. ലേവ്യ പുരോഹിതൻ ആദ്യം സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ചതിന് ശേഷം മാത്രമാണ് ജനങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നത്. എന്നാൽ ക്രിസ്തു പാപരഹിതനായതിനാൽ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കേണ്ടതില്ല. അവിടുന്ന് സ്വയം ബലിയർപ്പിക്കുകയാണ്. ഒരേ സമയം ബലിയർപ്പിക്കുന്ന മഹാപുരോഹിതനും ബലിവസ്തുവുമായി ക്രിസ്തു നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു. ക്രിസ്തു രാജാവാണെന്നും അവൻ്റെ പൗരോഹിത്യത്തിന് ജഡീക പിന്തുടർച്ചയില്ലെന്നും അത് നൈസർഗികമാണെന്നും വെളിപ്പെടുത്തുന്ന പരാമർശങ്ങൾ. പഴയ നിയമപ്രകാരം പുരോഹിത വംശത്തിൽപ്പെടാത്ത ഉന്നത പുരോഹിതൻ, യഹൂദ ഗോത്രത്തിൽപ്പെട്ട ദാവീദിൽ നിന്ന് ജനിച്ചവൻ. ക്രിസ്തു എത്തരത്തിലാണ് നമ്മെ സമ്പൂർണ്ണമായി രക്ഷിക്കുവാൻ പ്രാപ്തനായിത്തീർന്നത്? ക്രിസ്തുവിൽ ബലഹീനതയില്ല, പാപരഹിതനാണ്. അവൻ തികഞ്ഞവനായി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതിനാൽ നമ്മെ സമ്പൂർണ്ണമായി രക്ഷിക്കുവാൻ പ്രാപ്തനാണ്. ക്രൈസ്തവ സഭയിലെ പുരോഹിതന്മാർ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കാളികളാകുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. എന്തുകൊണ്ട്? ക്രിസ്തു മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം മഹാപുരോഹിതനാകിയാൽ മരണം മൂലം അവൻ്റെ പൗരോഹിത്യം നീങ്ങിപ്പോകുന്നില്ല. അവൻ ദൈവപുത്രനായതിനാൽ എന്നേക്കും വസിക്കും. മനുഷ്യരുടെ മധ്യസ്ഥനായ പിതാവിൻ്റെ വലതുഭാഗത്ത് നിലകൊള്ളും. അവൻ്റെ പൗരോഹിത്യം കൈമാറാവുന്നതല്ല. പാപപരിഹാരത്തിനുള്ള ഏകബലി ക്രിസ്തു. പാപപരിഹാര ദിനത്തെ അറിയപ്പെടുന്നത് യാം കിപ്പൂർ, ഡേ ഓഫ് അറ്റോൺമെൻറ്റ്. നിർമ്മലൻ, നിർദോഷകൻ, നിസ്തുലൻ എന്നീ 3 വിശേഷണങ്ങൾ നൽകുന്നത് ആർക്ക്? ക്രിസ്തു. പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവൻ ക്രിസ്തു. പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവൻ ക്രിസ്തു എന്ന് വിളിക്കുവാനുള്ള കാരണം ഭൂമിയിൽ അധികം പാപികളോടും അതിക്രമക്കാരോടും കൂടെ എണ്ണപ്പെട്ടുവെങ്കിലും മരണത്തെ ജയിച്ചതുകൊണ്ട്. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ നമുക്കും പങ്കാളികളാകാം. ഏവർക്കും ആശംസകൾ.